എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹിന്ദി റീഡിംഗ് 30 ഡേയ്സ് ചലഞ്ചിന്റെ ഇത് 10th വീഡിയോയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വരാക്ഷരത്തിലെ ഔ എന്നുള്ള അക്ഷരവും അതിൻ്റെ ചിഹ്നവും അതുകൊണ്ട് വരുന്ന കുറച്ച് വാക്കുകളുമാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതേത് അക്ഷരമാണ്? സ്വരാക്ഷരത്തിലെ ഔ അല്ലെ. ഇനി നമുക്ക് ഔവിൻ്റെ ചിഹ്നം എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഔവിൻ്റെ ചിഹ്നമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. വളരെ ഈസിയാണ്. അതിൽ തന്നെ ഉണ്ട് സ്റ്റാൻഡിങ് ലൈനും മുകളിൽ 2 ചരിഞ്ഞ വര. അതാണ് ഔവിൻ്റെ ചിഹ്നം. അപ്പോൾ മലയാളത്തിൽ അതുപോലെ തന്നെയാണ്. ഔ എന്നുള്ള അക്ഷരത്തിൽ തന്നെ ഔവിൻ്റെ ചിഹ്നമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക എന്നുള്ള അക്ഷരത്തിൻ്റെ കൂടെ ഔവിൻ്റെ ചിഹ്നം വന്നാൽ എങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്? ക ഔവിൻ്റെ ചിഹ്നം വരുമ്പോൾ കൗ അല്ലെ, കൗ. അടുത്തത് മായുടെ കൂടെ ഔവിൻ്റെ ചിഹ്നം വരുമ്പോൾ എന്താകും? നിങ്ങൾ തന്നെ പറയൂ, മൗ അല്ലെ. ഇനി സായുടെ കൂടെ ഔവിൻ്റെ ചിഹ്നം വന്നാൽ വെരി ഈസി, സൗ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വാക്കുകൾ നോക്കാം. ആദ്യത്തെ അക്ഷരം ഏതാണ്? ഔ. നെക്സ്റ്റ് അക്ഷരം ര, ലാസ്റ്റ് ത. അപ്പൊ ഹാഫ് ആണ് അല്ലെ. ഔ ര ത്, ഔരത്, ഔരത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫസ്റ്റ് ലെറ്ററും അതിൻ്റെ കൂടെ ഔവിൻ്റെ ചിഹ്നവും. അപ്പോൾ ഔവിൻ്റെ ചിഹ്നം വരുമ്പോൾ സൗ. നെക്സ്റ്റ് ര, ലാസ്റ്റ് ലെറ്റർ വ, വായാവുമ്പോൾ ഹാഫ്. എങ്ങനെ ഉച്ചരിക്കേണ്ടത്? സൗരവ്. ഓക്കെ, അടുത്തത് ഗ, ഔവിൻ്റെ ചിഹ്നം വരുമ്പോൾ ഗൗ. ര, നെക്സ്റ്റ് വ, വ് അല്ലെ. ഗൗരവ്, ഗൗരവ്. അടുത്ത നോക്കാം. ദ, ദായുടെ കൂടെ ഔവിൻ്റെ ചിഹ്നം വരുമ്പോൾ ദൗ. നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? ഢ അല്ലെ. ദൗഡ്, ദൗഡ്. ഓക്കെ, അടുത്തത് സായുടെ കൂടെ ഔവിൻ്റെ ചിഹ്നം വരുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ, സൗ. നെക്സ്റ്റ് ദായുടെ കൂടെ എന്ത് ചിഹ്നമാണുള്ളത്? ആയുടെ ചിഹ്നമുണ്ട്. അപ്പൊ ദ, സൗദ അല്ലെ, സൗദ. അടുത്തത് മാ, മായുടെ കൂടെ ഔവിൻ്റെ ചിഹ്നം വരുമ്പോൾ മൗ. ലാസ്റ്റ് ലെറ്റർ നായാണ്, പക്ഷെ അത് ഹാഫ് ആവുമ്പോൾ ഇൻ, മൗൻ അല്ലെ. അടുത്തത് ദ, ദായുടെ കൂടെ ഔവിൻ്റെ ചിഹ്നം വരുമ്പോൾ എന്താവും? ദൗ. നെക്സ്റ്റ് ലെറ്റർ ലാ, ലാസ്റ്റ് ലെറ്റർ ത. അപ്പോ ത് അല്ലെ, ദൗലത്. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ വായിക്കാം. ഔ ര ത്, ഔരത്. സൗ ര വ്, സൗരവ്. ഗൗ ര വ്, ഗൗരവ്. ദൗഡ്, ദൗഡ്. സൗ ദ, സൗദ. മൗന, മൗൻ. ദൗ ല ത്, ദൗലത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഔ എന്നുള്ള സ്വരാക്ഷരവും അതിൻ്റെ ചിഹ്നവും മലയാളത്തിലും എങ്ങനെയാണെന്നും അതുകൊണ്ട് വരുന്ന വാക്കുകളും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ഓക്കെ.